മോദി 3-0 ഉണ്ടാകും കേന്ദ്രത്തിൽ എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോൺഗ്രസ് ഒരു പ്രധാന പ്രതിപക്ഷ കക്ഷിയായെങ്കിലും പാർലമെന്റിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുകളുടെ തീരുമാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന, അല്ലെങ്കിൽ ആ വിമർശനം സ്വഭാവമുള്ള ഇടതുപക്ഷം, അല്ലെങ്കിൽ ഇടതു മുന്നണികൾ, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണികൾ, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന വലിയ തരത്തിലുള്ള പ്രതിഷേധം അവർക്ക് പാർലമെന്റിൽ പ്രകടമാക്കാനെങ്കിലും അവർക്ക് പറ്റുന്ന ഒരു സ്ട്രെങ്ത്, ഒരു ബലം പാർലമെന്റിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. BJP-യെ സംബന്ധിച്ചിടത്തോളം BJP വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പരമാവധി നേരത്തെയുള്ള സഖ്യകക്ഷികളിൽ ചിലരെ കൂട്ടുപിടിക്കുകയും ചിലരെ കളയുകയും ചെയ്തുകൊണ്ട് ഓപ്റ്റിമം ലെവലിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് BJP. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾക്ക് ബദലായി ചില സംസ്ഥാനങ്ങളെ കണ്ടെത്തുകയും അവിടെ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുക, അവിടെ ഇന്ന് സീറ്റ് ഉറപ്പാക്കാനും BJP ശ്രമിക്കുന്നത്. അതുകൊണ്ട് BJP-യെ സംബന്ധിച്ചിടത്തോളം അധികാരം നിലനിർത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമല്ല. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളിയായി മാറുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ BJP-യുമായുള്ള അഭിപ്രായ ഭിന്നത, സഖ്യകക്ഷികളുടെ അഭിപ്രായ ഭിന്നത വേണ്ടത്ര മുതലെടുക്കുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. മാത്രമല്ല കാലേക്കൂട്ടി തന്നെ ഒരു സഖ്യം ഉണ്ടാക്കുകയും വളരെ കോംപ്രിഹെൻസീവായ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയും അതിലൊരു എല്ലാ സഖ്യകക്ഷികളും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കി മത്സരിക്കുവാനും ഒക്കെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും സിറ്റിസൺഷിപ്പ് ബില്ലിന്റെ ഒക്കെ പേരിൽ സഖ്യകക്ഷിയിലെ മുന്നണികൾ തമ്മിൽ പോരടിക്കുന്നത് നമ്മൾ കാണുന്നത്. കേരളത്തിലൊക്കെ അത് പ്രകടമായിരുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു, കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. അപ്പൊ അതൊക്കെ സഖ്യ കക്ഷി മുന്നണി എന്നുള്ള തരത്തിൽ കോൺഗ്രസിനെ പല സ്ഥലങ്ങളിലും ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് പോലെ ഉടൻ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ട്, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷമെങ്കിലും നേടിക്കൊണ്ട് അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് ചിന്തനീയമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. അത് ഓരോ ഘടകങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ BJP-യെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ പറഞ്ഞ 400 സീറ്റുകൾ എന്നുള്ള ലക്ഷ്യം പോയിട്ട് 300 സീറ്റെങ്കിലും സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് അധികാരം നിലനിർത്തുക എന്നുള്ളത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലാണ് അവർ ശ്രദ്ധയൂന്നത്. അതിന് BJP-ക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്കിലും പല സംസ്ഥാനങ്ങളിലും BJP-ക്ക് നല്ല തിരിച്ചടി നേരിടുവാൻ ഉള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ചില സംസ്ഥാനങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം കൂടിയിരിക്കുന്നത്, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ആ കൂടിയ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുള്ള ചില സംസ്ഥാനങ്ങൾ, അവിടെ ഒരു പക്ഷേ നമുക്ക് BJP-ക്ക് തിരിച്ചടി നേടുവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതേസമയം തന്നെ ചില പ്രദേശങ്ങളിൽ BJP ഒട്ടും കടന്നു കയറാത്ത ചില സ്ഥലങ്ങളിൽ BJP കടന്നു കയറാനുള്ള സാധ്യതയും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്രത്തിൽ BJP-യെ മാറിക്കൊണ്ടൊരു ഇതര സർക്കാർ വരും എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ മിക്ക സംസ്ഥാനങ്ങളിലും 90-100% സീറ്റ് നേടിക്കൊണ്ട് 10-13 സംസ്ഥാനത്തിൽ നിലവിൽ വന്നതുപോലെ, അല്ലെങ്കിൽ 286 സീറ്റുകൾ ഏതാണ്ട് 16 സംസ്ഥാനങ്ങളിൽ നേടിയതുപോലെ അത്ര എളുപ്പം BJP-ക്ക് 300 സീറ്റ് വാങ്ങി അധികാരത്തിലെത്തുക, അല്ലെങ്കിൽ 400 സീറ്റ് പിടിക്കുക എന്നുള്ള ലക്ഷ്യം സാധ്യമാകില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പല സംസ്ഥാനങ്ങളിലും BJP-യെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവർ മാക്സിമം സീറ്റുകൾ നേടി എന്നുള്ളതാണ് പ്രത്യേകത. അത് ഉത്തർപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഇതര ഹരിയാനയിലായാലും ഒക്കെ അവർ വലിയ ഭൂരിപക്ഷം സീറ്റുകളും നിലനിർത്തിക്കൊണ്ട്, ഹരിയാനയൊക്കെ തൂത്തുവാരി കൊണ്ടാണ് BJP അധികാരത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ഒരു സീറ്റെങ്കിലും നഷ്ടമാക്കുക എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പം ദക്ഷിണേന്ത്യ എടുത്താൽ, ദക്ഷിണേന്ത്യയിൽ നിൽക്കുന്ന ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും, അത് ഇപ്പോൾ കർണാടകയിലായാലും തെലങ്കാനയിലായാലും അതുപോലെ തന്നെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ BJP-ക്ക് വേരുറപ്പിക്കാൻ കഴിയാത്ത മണ്ണാണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. പല പ്രദേശങ്ങളിലും, കേരളമായാലും തമിഴ്നാടായാലും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ അവിടെയൊക്കെ ഇത്തവണ BJP സീറ്റ് ലക്ഷ്യം വെക്കുന്നു, അല്ലെങ്കിൽ സീറ്റിൽ പ്രതീക്ഷ പുലർത്തുന്നു എന്നുള്ളതാണ്. 1-2 സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടാനായാൽ അത് വലിയ വിജയമായിരിക്കുമെന്ന് BJP കരുതുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ തങ്ങൾക്ക് നഷ്ടമാകുന്ന പല സീറ്റുകളും, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ എവിടെയെങ്കിലും സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ അതിനെ മറികടക്കുവാൻ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നു എന്നുള്ള പ്രത്യേകത ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. മാത്രമല്ല BJPക്കെതിരെ BJPയുടെ വോട്ട് കുറയാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഉത്തർപ്രദേശിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, ഉത്തർപ്രദേശിലോ മഹാരാഷ്ട്രയിലോ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലോ ഒക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ പോലും സീറ്റ് കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
കയറി വന്നാൽ ഒരു സീറ്റിലോ മറ്റോ ഉണ്ടാകുന്ന വ്യത്യാസം, അതിനപ്പുറം നില ചിലയിടത്തൊക്കെ മെച്ചപ്പെടുത്താനേ സാധ്യതയുള്ളൂ. BJP-യിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഡൽഹിയിൽ ഏതാണ്ട് 7 സീറ്റുകളും 50% വോട്ടുകൾ നേടിക്കൊണ്ടാണ് BJP അധികാരത്തിൽ വന്നുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഈ 50% വോട്ടുകൾ എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന് ഏതാണ്ട് 22.5% വോട്ടുകളാണ് അവിടെ കിട്ടിയത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 18.1% വോട്ടുകളാണ് അവിടെ കിട്ടിയത്. ഇത് രണ്ടുകൂടെ ചേർത്ത് വെച്ചാലും ഏതാണ്ട് 30-32% അല്ലെങ്കിൽ 31% വോട്ടുകളെ ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ അവിടെ ഉള്ളൂ. BJP-യെ സംബന്ധിച്ചിടത്തോളം 56.9% വോട്ടുകളാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഡൽഹിയിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അപ്പൊ അത് 7 സീറ്റുകളും 50%-ലധികം വോട്ട് നേടി അധികാരത്തിൽ വന്ന BJP-യെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത്തവണ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അവിടെ പ്രചരണത്തിന് ഇറങ്ങിയതുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ സാധ്യതകൾ മാറി BJP-ക്ക് അനുകൂലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു സീറ്റോ മറ്റോ ഇടതുപക്ഷ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ആയി അവിടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ പ്രതീക്ഷിക്കുന്നത് BJP-യുടെ 3ാം സർക്കാർ കേന്ദ്രത്തിൽ വരും എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നില മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തമായൊരു പ്രതിപക്ഷമായി അവർ നിലനിൽക്കുന്നതിന്, ഞാനിപ്പോ അങ്ങനെ പറയാനുള്ള കാരണം തെരഞ്ഞെടുപ്പിന്റെ മുഴുവനായിട്ടുള്ള സൂചനകൾ അങ്ങനെയാണ്. ഡൽഹിയിൽ പോലും ഈ പ്രചരണമൊക്കെ ഈ ആം ആദ്മി ഇളക്കി മറിച്ചുള്ള പ്രചരണവും അരവിന്ദ് കെജ്രിവാളിന്റെ വരവിനും ഒക്കെ ശേഷം ആ ഭൂമികയിൽ പെട്ടെന്ന് തന്നെ വലിയ മാറ്റം ഉണ്ടാക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായൊരു സാഹചര്യമായത് മാറുന്നു എന്നുള്ളത് കൊണ്ടും അവരുടെ നില മെച്ചപ്പെടും എന്നുള്ളത് കൊണ്ടും BJP വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായൊരു പ്രതിപക്ഷം എന്ന് പറയുന്നതും ജനാധിപത്യത്തിന്റെ നല്ല ലക്ഷണമാണ്. അതിന് എങ്കിലും ശക്തമായി മാറാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.